മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. വൈകിട്ട് 6:30-യോടെയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. നാളെ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. സന്നിധാനത്ത് നിന്നും ടി എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഹരി, തങ്കയങ്കി അണിഞ്ഞ് ഭഗവാൻ അയ്യപ്പൻ എത്രത്തോളം ഭക്തി നിർഭരമായിരുന്നു ചടങ്ങുകൾ, തിരക്കെങ്ങനെയുണ്ടായിരുന്നു? നല്ല തിരക്കായിരുന്നു. അതായത് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം, തങ്കയങ്കി അണിഞ്ഞ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയുള്ള ഭക്തരുടെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6:30-യോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ആ തങ്കയങ്കി വഹിച്ചു കൊണ്ടുവന്നുള്ള പേടകം സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കയറി. 6:35-നാണ് ദീപാരാധന നടന്നത്. ദീപാരാധന നടക്കുന്ന സമയത്ത് ഭക്തി സാന്ദ്രമായിരുന്നു ഇവിടെ. ഇപ്പോഴും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കാം ഈ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുമ്പോൾ. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്, ഇന്നത്തെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞു. ഇനി നാളത്തെ ആ ശുഭമുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മണ്ഡലപൂജ. നാളെയാണ് മണ്ഡലപൂജ നടക്കുന്നത്. നാളെ രാവിലെ പകൽ 12 മണിക്കും 12:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. ആ മണ്ഡലപൂജ നടക്കുന്നതുകൂടി 41 ദിവസത്തെ മണ്ഡലകാലത്തിനാണ് സമാപനമാകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള കാത്തിരിപ്പ് മകരവിളക്ക് മഹോത്സവത്തിനാണ്. നാളെ ഈ പൂജകളെല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ പിന്നെ 30-ാം തീയതി വൈകിട്ടായിരിക്കും മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിനൊക്കെ ഇന്നും നാളെയൊക്കെ നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നു. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. ആ രീതിയിൽ ഭംഗിയായി തന്നെ ഒരു മണ്ഡലകാല മഹോത്സവത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുന്നു. നാളെ പകൽ 12-12:30-യോടുകൂടി മണ്ഡലപൂജ കൂടി നടക്കുന്നതോടുകൂടി മണ്ഡലകാലത്തിന് അവസാനമാകും. പിന്നെ മകരവിളക്ക് മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പാണ്. എസ് ഹരികൃഷ്ണനാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തങ്കയങ്കി അണിഞ്ഞ ഭഗവാൻ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്.